ഓൺലൈൻ വഴി നമ്മൾ നിരവധി ടൂളുകളും അതുപോലെ ഗാഡ്ജറ്റുകളും ഒക്കെ വാങ്ങാറുണ്ട്. അത്തരത്തിൽ ഞാൻ അടുത്തിടെ വാങ്ങിയ നിരവധി ടൂളുകളും ഗാഡ്ജറ്റുകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണമെങ്കിലും പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഓരോന്നേ കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റിലേക്ക് പോവാം. ഇത് ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആദ്യം മേടിച്ച ഒരു പ്രോഡക്റ്റ്. ഇതിനകത്ത് പലതും ടെക് പ്രോഡക്റ്റുകളല്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളിയല്ലേ? കാണാൻ നോക്കി നല്ല ഭംഗിയില്ലേ? കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഒരു ഫ്രൂട്ട് പോലെ ചെറിയ പഴം പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മധുവിധു എന്ന സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ഷറഫുദ്ദീൻ നായകൻ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഇതിനകത്ത് ഒരുപാടൊന്നുമില്ല, ഇതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ ഞാൻ കണ്ടു. ഞാൻ അത് ടി വിയിൽ നിന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഗൂഗിൾ ജെമിനി ഫീച്ചർ ഉപയോഗിച്ച് AI ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ കണ്ടെത്തിയത്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സിനിമയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, 1-2 എണ്ണം, ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ കുറേ ഉണ്ട്, ഒരു 4 സെറ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് വെക്കാനായിട്ടൊരു ബൗൾ നമ്മൾ പിന്നെ സെപ്പറേറ്റ് മേടിച്ചതാണ്. എന്തായാലും എനിക്കിത് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടിപൊളിയല്ലേ? ഇതാണ് ഐറ്റം. ഇതിന്റെ ഒരു പീസിനെങ്ങാണ്ട് 224 ആണ് ഇതിന്റെ വില. അങ്ങനെ 4 പീസാണ് ഞാൻ മേടിച്ചത്. 4 പീസ് മേടിച്ചപ്പോഴാണ് ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഞാൻ പൊട്ടിച്ചില്ല, ഞാൻ നേരത്തെ, പക്ഷേ ഇത് എൻ്റെ കുടുംബ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. കാണിച്ചു തരാം. ഒന്നും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് റീഡ് ഡിഫ്യൂസറാണ്. അതായത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർക്കൊക്കെ അറിയില്ലായിരിക്കും. പറഞ്ഞുതരാം. ആദ്യം പ്രോഡക്റ്റ് കാണിച്ചു തരാം. കുറച്ച് റീഡ് ഡിഫ്യൂസർ സ്റ്റിക്കുകളുണ്ട്, നമ്മുടെ ചന്ദനത്തിരി പോലെ. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, സാധാരണ സ്റ്റിക്ക് മാത്രമാണ്. അതായത് ഇതാണ് ഐറ്റം. ബോട്ടിൽ തുറക്കുക, ഇതിനകത്ത് ഈ സ്റ്റിക്കുകൾ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഊരിയതിന് ശേഷം ഇതിനകത്ത് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സെൻറ്റഡ് ആയിട്ടുള്ള ലിക്വിഡാണ്, നല്ല മണമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വേരിയൻറ്റ്, ബ്ലോസം എന്ന് പറയുന്ന വേരിയൻറ്റ്, പേരെല്ലാം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ ലിങ്ക് പറ്റുമെങ്കിൽ വീഡിയോ താഴെ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് തുറന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി. നമ്മുടെ വീട് അടഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ, അതായത് റൂമിൻ്റെ ജനലുകളൊക്കെ നമ്മൾ ഫുൾ ഓപ്പൺ ആക്കി ഇടാത്ത വീടുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. ഉറപ്പാണ്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എന്നെ ഓർക്കും ഇതിൻ്റെ മണം തട്ടുമ്പോൾ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഒരു 3-4-5 ദിവസത്തേക്ക് മാത്രമേ ഇതിൻ്റെ ഒരു മണം നിൽക്കൂ. അത് കഴിയുമ്പോൾ മണം പോവുകയും ചെയ്യും. അടഞ്ഞു കിടക്കുന്ന, അതായത് റൂം അധികം ജനലുകൾ തുറക്കാത്ത വീടുകളിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ലിങ്ക് വേണമെങ്കിൽ വീഡിയോ താഴെ പ്രൈസ് പറയാം. സോൾ ആൻഡ് സെന്റ് റീഡ് ഡിഫ്യൂസർ സ്റ്റിക്ക് എന്നാണ് ഇതിന്റെ ബ്രാൻഡിന്റെ ഒക്കെ പേര്. പല ഡിഫറെന്റ് ഫ്രാഗ്രൻസിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ പലത് നേരത്തെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ബ്ലോസമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. 599 രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ്, ഇതിന്റെ മണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ മേടിച്ചതിനകത്ത് ഞാൻ ലാവൻഡറും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലോസമാണ് എനിക്ക് ലാസ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട മണം. ആമസോണിൽ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മേടിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ ഇരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിക്കാം. അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ചിലതൊക്കെ ഞാൻ ആൾറെഡി അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങി, ചിലത് ഇന്ന് പൊട്ടിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഗാഡ്ജറ്റ് ആണ്. ഇത് അറ്റ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കേസ് ഗിയർ എന്ന പേരിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് സ്മാർട്ട് ട്രാക്കറാണ്. ഞാൻ എൻ്റെ കീയിൽ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ട്രാക്കർ. ഇതൊരു ട്രാക്കറാണ്. അതുപോലെ അപ്പോൾ ഒരുപാട് ട്രാക്കർ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ഈ പർച്ചേസ് ചെയ്യുന്ന ട്രാക്കർ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ഐഫോണുകളിലും ഒരുമിച്ചല്ല, ആൻഡ്രോയിഡ് ഫോണിലും നമുക്ക് ഉപയോഗിക്കാം, ഐഫോണിലും നമുക്ക് ഉപയോഗിക്കാം, രണ്ടിലും ഉപയോഗിക്കാം. സാധാരണ നിങ്ങൾ ആമസോണിൽ നിന്ന് ഏത് ട്രാക്കർ മേടിച്ചാൽ അത് ഒന്നുകിൽ ഐഫോൺ സപ്പോർട്ട് മാത്രമേ കാണൂ, അല്ലെങ്കിൽ അത് ആൻഡ്രോയിഡ് സപ്പോർട്ട് മാത്രമേ കാണൂ. ഇത് രണ്ടിലും ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ മേടിക്കുന്ന എല്ലാം അങ്ങനത്താണ്. പക്ഷേ വലിയ വിലയില്ല, വലിയ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, വലിയ വിലയില്ല. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി മറ്റ് ആപ്പിൾ എയർടാഗ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വിലയൊന്നും വരുന്നില്ല. നമുക്ക് ഇതുപോലെ കീ ഒക്കെ മിസ്സാകാതെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് മറന്നല്ല അത് കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈ സാധനം. എന്തായാലും അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻഡ്രോയിഡിന്റെ ഫൈൻഡ് മൈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ആപ്പിളിന്റെ ഫൈൻഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും കണ്ടെത്താൻ പറ്റുന്ന ട്രാക്കറാണ്. അപ്പോൾ എന്തായാലും പൊട്ടിക്കാം. ഇരിക്കുന്നു പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് ഐറ്റം, കേസ് ഗിയർ. ഇവിടെ ഒരു ബാറ്ററി ഓഫാക്കി വെക്കുന്നതിനുള്ള ഒരു സംഗതി, അത് ഊരി മാറ്റി കേസ് ഗിയർ. ഓക്കെ. പിന്നെ ഇതിനകത്ത് തന്നെ ഇതുപോലെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു സാധനം ഉണ്ട്, കീയിലൊക്കെ ഹാങ് ചെയ്യാൻ. ഇനി അത് പോരെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആക്സസറി അഡീഷണൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേ ഒരു ഐറ്റം. ഇത് കീയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാനായിട്ടുള്ള കീ ചെയിൻ പോലൊരു സംഗതി. പിന്നെ ഒരു ലാനിയേഡും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് വഴി നമുക്ക് കൊളുത്തിയിടണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത്രയും സംഗതികൾ എന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാൻ ഫോണിനകത്ത് പെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. ഇനി അതിനകത്ത് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ടാഗ് ചെയ്തിരിക്കുന്ന ഡിവൈസ്, ഇപ്പോൾ തന്നെ നമ്മുടെ കീയോ പേഴ്സോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളോ എന്തായാലും എവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് കണ്ടില്ലേ, നമുക്ക് പ്ലേ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സൗണ്ട് ബീപ്പ് ചെയ്ത് കേൾക്കും. ഒരു നല്ല വോളിയം ഉണ്ട്, എവിടെ ഇരിക്കുന്നു എന്ന് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ടോപ്പ് സൗണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മറ്റേ ആപ്പിൾ ഫൈൻ ടാഗ് ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്തുന്ന പോലെ അടുത്തില്ലെങ്കിൽ അത് എവിടെ ഉണ്ടെന്ന് ഇതുപോലെ കണ്ടെത്താനും സാധിക്കും. ഈ ഒരു ഐറ്റം ട്രാക്കറിന്റെ വില എന്ന് പറയുന്നത് 899 രൂപയാണ് ഒരെണ്ണം. രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ വില കുറയും. കണ്ടില്ല, 1499 രൂപ രണ്ടെണ്ണം. 2 കളറിലും കിട്ടും, വൈറ്റും ബ്ലാക്കും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു ഐറ്റമാണ്. അതായത് എൻ്റെ വാലറ്റ്. അതായത് നമുക്കറിയാം
നമുക്കറിയാം ഇപ്പോൾ നമ്മളെല്ലാവരും ഗൂഗിൾ പേ വഴിയൊക്കെ ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ് കൂടുതൽ പേര് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാധാരണ മണി പേഴ്സ് ഉണ്ടല്ലോ, വലുതായിട്ട് ബൾക്കി ആയിട്ട് ചെയ്യുന്ന പേഴ്സ് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്കിതുപോലെ ഒരു 5-6 കാർഡ് കൊണ്ടു നടക്കാനും അത്യാവശ്യം എവിടെയെങ്കിലും പോയാൽ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ഇത്തിരി പൈസ, ഒരു 500 നോട്ടോ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതിനകത്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയും സാധനം കൊണ്ടുവരുന്നത് മതി. നോക്കി നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് നടക്കാം. അപ്പോൾ ഇത് ഞാൻ അടുത്തിടെ ഇതുപോലെ വലിയ പേഴ്സിൽ നിന്ന് ഇതിലേക്ക് അങ്ങ് മാറി. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ പേരും പറഞ്ഞുതരാം. ഇതാണ് ഐറ്റം, ഡിസൈൻസ് എന്ന ബ്രാൻഡിൻ്റെ സ്ലിം ലെതർ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ. ഓക്കെ, ലെതർ ടൈപ്പ് ആണ്. വില വരുന്നത് 269 രൂപയാണ്. പല കളറിൽ ഇത് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു വാലറ്റ് ഒരു സാധാരണ വാലറ്റ് മാത്രമാണ്, സ്മാർട്ട് ഒന്നുമല്ല. എന്നാൽ ഇവനെ ഒന്ന് സ്മാർട്ട് ആക്കണ്ടേ, അതിനുള്ളതാണ് അടുത്ത ഡിവൈസ്. ഈ ഒരു പ്രോഡക്റ്റ് ആണ് അത്തരത്തിൽ നമ്മളുടെ സ്മാർട്ട് അല്ലാത്ത പേഴ്സിനെ സ്മാർട്ട് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതും ഒരു ഫൈൻഡർ ആണ്, അതായത് ഐറ്റം ഫൈൻഡർ ആണ്. നമ്മുടെ പേഴ്സ് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്കത് എവിടെയെന്ന് കണ്ടെത്താനുള്ള ഒരു ഐറ്റം ഫൈൻഡർ ആണ്. ഇതിൻ്റെയും ഗുണം എന്ന് പറയുന്നത് ഇത് ആൻഡ്രോയിഡിനോടും അതുപോലെ ആപ്പിൾ ഫൈൻഡ് മൈ ഡിവൈസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആപ്പിൾ ഫോണിനോടും ഉപയോഗിച്ച് നമുക്കിത് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ടെക് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഐറ്റം ട്രാക്കർ, ഇതിൻ്റെ വില വന്നിട്ട് 1429 രൂപയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൂടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 269 രൂപ വിലയുള്ള ഈ ഒരു പേഴ്സ് വേണമെങ്കിൽ സ്മാർട്ടാക്കി മാറ്റാം. അപ്പോൾ ഏകദേശം ഒരു 1600-1700 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പേഴ്സ് സ്മാർട്ടായി. ഞാൻ അടുത്തിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഒരു സ്മാർട്ട് പേഴ്സ് അയച്ചു തന്നിരുന്നു. അതിൻ്റെ വില 6000 രൂപയായിരുന്നു. പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രയൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വാലറ്റിന്, അല്ലെങ്കിൽ സാധാരണ നിങ്ങളൊരു പേഴ്സിനെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ടാഗ് സെറ്റപ്പ് ചെയ്തു, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫോണിനകത്ത് കയറി ഈ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ എന്ന് പറയുന്ന ആപ്പ് എടുത്തിട്ട് പ്ലേ സൗണ്ട് കൊടുത്താൽ കണ്ടില്ലേ, ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണാതെ ഇരുന്നാൽ നമുക്കത് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സൗണ്ട് വളരെ ഫീബിളാണ്, വളരെ കുറവാണ്. പുറത്തിച്ചിരി ദൂരേക്ക് ഇരുന്നാൽ സൗണ്ട് അത്രയും കേൾക്കുമെന്ന് തോന്നുന്നില്ല. യെസ്, അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഐറ്റമാണ്. ഇതെന്താണെന്ന് മനസ്സിലായി. ഇതെന്ന് പറയുന്നത് ഒരു പ്ലാന്റ് കട്ടറാണ്. അതായത് ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. നോക്കി, ഈ ഒരു ഭാഗമൊക്കെ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വെച്ചുകൊണ്ട് ഇത്തിരി കട്ടിയുള്ള മരങ്ങളെന്നല്ല, കട്ടിയുള്ള ചെടികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കൈയൊന്നും വേദനിക്കത്തുമില്ല. മാത്രമല്ല നല്ല ഒരു മൂർച്ചയുള്ളൊരു സാധനം. സാധാരണ നമ്മൾ കത്രികളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല ഷാർപ്പ്, അതുപോലെ നല്ല മൂർച്ചയുണ്ട് ഈ ഒരു സാധനത്തിന്. അതുപോലെ ഇവിടെ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്, ഉണ്ടല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ആവില്ല. അൺലോക്ക് ചെയ്യുമ്പോൾ മാത്രമേ പിന്നീട് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുപോലുള്ള ചെടികളൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നതിന്, കട്ട് ചെയ്ത് കളയുന്നതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളാണ്. നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. JD Fresh എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഹെവി ഡ്യൂട്ടി ഗാർഡനിങ് സിസർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര്. ഇത് ഞാൻ വാങ്ങുമ്പോൾ ഏകദേശം 369 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രസ്സിങ് മെക്കാനിസം ഉണ്ട്. ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കണ്ടാം നമുക്ക് ഈ തറയിലൊക്കെ കിടക്കുന്ന കുപ്പകളൊക്കെ നമുക്ക് എടുത്ത് കളയുന്നതിനൊക്കെ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തറയിലൊക്കെ ഇതുപോലെ വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. എടുത്തിട്ട് ഒരു കവറിലോ ഒക്കെ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ട് കളയാം. എപ്പോഴും കുനിയാനും നൂരാനും ഒക്കെ പാടുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലെ എലിയോ പൂച്ചയൊക്കെ ചത്ത് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് കളയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ കയ്യിൽ നിന്ന് അകലം ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് എടുത്ത് അങ്ങ് ദൂരെ എവിടെയെങ്കിലും വേസ്റ്റിൽ കളയാൻ സാധിക്കും. അപ്പോൾ ഭയങ്കര യൂസാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ കുറച്ച് ഡിലേ ആയി ഇത് വരാനായിട്ട്. ഏകദേശം 10 ദിവസത്തോളം എടുത്തു ഇത് എത്താൻ. പക്ഷേ ഇത് സാധനം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര യൂസ് ആയിട്ട് തോന്നി. ലൈറ്റ് വെയിറ്റ് ഗാർബേജ് പിക്കർ ടൂൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഇപ്പോൾ 552 രൂപയാണ് ഇത് കാണിക്കുന്നത്. പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കാണാം, ഞാൻ വാങ്ങുമ്പോൾ കണ്ടില്ല 276 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അത് 552 ഏകദേശം ഡബിൾ പ്രൈസിലേക്ക് ഇതിൻ്റെ വില കൂടിയിട്ടുണ്ട്. ഈ പ്രൈസിൽ അത്ര വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയം 276 രൂപയ്ക്ക് ഇത് അടിപൊളിയായിരുന്നു. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഐറ്റങ്ങളുടെ ഇടയിൽ ഏറ്റവും വില കൂടിയ ഐറ്റമാണ്. അതായത് ഈ കാണുന്ന സാധനം, ഇതൊരു റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. നമ്മൾ നിരവധി റോബോട്ടിക് വാക്യൂം ക്ലീനർ നിങ്ങളെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഉപയോഗിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് റിയൽമി, ഷവോമി, അതുപോലെ എക്കോ വാക്സ് തുടങ്ങിയ ബ്രാൻഡുകളിലൊക്കെ ഉപയോഗിച്ചു. അതുപോലെ ഡ്രീമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. ഇത്രയും ഞാൻ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയപ്പോൾ ഞാൻ ഈ ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരെണ്ണമാണ് വാങ്ങിയത്. ഈ റോബോട്ടിക് വാക്യൂം ക്ലീനറിന്റെ പേരെന്ന് പറയുന്നത് D40 Ultra C എന്ന് പറയുന്ന മോഡലാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ ആൾറെഡി ഡ്രീമിയുടെ തന്നെ X40 Ultra എന്ന് പറയുന്ന ഈ കാണുന്ന വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അടിപൊളിയാന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വാങ്ങിയപ്പോഴും ഈ പറഞ്ഞ പോലെ ഡ്രീമിയുടെ തന്നെ വാങ്ങാൻ കാരണമായത്. ആക്ച്വലി ഈ കാണുന്ന X40 Ultra എന്ന് പറയുന്നത് കമ്പനി അയച്ചതാണ്. ഇതിന്റെ വില അന്ന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് പോലും 95,000 ആയിരുന്നു. ഇപ്പോൾ ഒരു അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത്രയും പ്രൈസ് ഒന്നും മുടക്കാതെ കുറച്ചുകൂടെ വില കുറഞ്ഞ ഒരു മോഡലാണ് ഇപ്പോൾ വീട്ടിലേക്ക് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ മോഡൽ നെയിം D40
അൾട്രാ സി എന്നാണ്. ഈ പറയുന്ന X40 അൾട്രയുടെ അത്രയും പ്രൈസ് ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് ഇതിൻ്റെ ജോലിയൊക്കെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാം. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് വാക്യൂം ക്ലീനർ ഉപയോഗിച്ചെങ്കിലും ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ തറയിലൊക്കെ എന്തെങ്കിലും വയറോ എന്തെങ്കിലും ചൂലോ ഒക്കെ വേറെ കിടക്കുകയാണെങ്കിൽ അതൊന്നും കയറി എന്താ പറയുന്നത് കെട്ട് പിണയത്തില്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സെൻസ് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങൾ അധികം, എല്ലാം എന്ന് പറയുന്നില്ല, അധികം കയറി കുരുങ്ങാറൊക്കെ പോകും. സാധാരണ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പലതും നമ്മൾ ഈ മൊബൈലിൻ്റെ ചാർജർ കേബിളൊക്കെ താഴെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കയറി ചുറ്റി ഭയങ്കര തലവേദന ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തറ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഓടുന്ന സമയത്ത് നമ്മൾ പല സാധനങ്ങളും മാറ്റി കൊടുക്കാനായിട്ട് അതിൻ്റെ പുറകെ നടക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മോഡൽ മേടിച്ചപ്പോൾ ഒരുപാട് തലവേദനകൾ അങ്ങനെ കുറവുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില ഇപ്പോൾ കാണിക്കുന്ന 64,999 രൂപയാണ്. ഞാനിത് വാങ്ങുമ്പോൾ ഓഫറിൽ ഏകദേശം 5,000 രൂപയുടെ കുറച്ചാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.